നമസ്കാരം. അതായത് നമ്മൾ ഈ ട്രഡീഷണൽ രീതിയിലുള്ള ഈ ഇടിച്ചു പൊടിക്കുക, അതായത് പഴയ പോലെ ഉരലിട്ട് പൊടിക്കുക, ആ പഴയ പോലെ അരയ്ക്കുക, അരകല്ലിൽ അരയ്ക്കുക, അമ്മിക്കല്ലിൽ അരയ്ക്കുക, അതേപോലെ ചക്കിൽ എണ്ണയാട്ടുക. ഈ മൂന്ന് കാര്യങ്ങളിൽ ഞങ്ങളിപ്പോൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ഈ രീതി, അതിൻ്റെ ആ രീതി പിന്തുടരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ അതിലേറെ പ്രയോജനങ്ങളുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു ഉദാഹരണം പറയാം. പണ്ടൊക്കെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 2-3 മാസമൊക്കെ കഴിയുമ്പോൾ അമ്മമാർ അവർക്ക് ചോറ് കൊടുക്കുന്നത് ചൂട് ചോറും പച്ച വെളിച്ചെണ്ണയും അതേപോലെ ചെറിയ ഉള്ളിയും കല്ലുപ്പും ഉപ്പ് നീരും കൂടെ ചേർത്ത് കുഴച്ച് കൊടുക്കും. ഇപ്പം നമ്മൾ ഈ മാർക്കറ്റിൽ കിട്ടുന്ന വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ആ കൊച്ചിന് അപ്പം തന്നെ വയറ് സ്റ്റക്കാവും. ഒരു കാരണവശാലും രണ്ടാമതൊരു നേരം ഒരു അമ്മമാരും അത് കൊടുക്കില്ല. അതിൻ്റെ കാരണം പണ്ടൊക്കെ ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ അതൊരു പോഷകകരമായ വസ്തുവായിട്ടാണ് അത് ഫലിച്ചിട്ടുള്ളത്. അത് സയൻറ്റിഫിക്കലായിട്ടുള്ള കാര്യം അന്ന് അമ്മമാർക്ക് അറിയില്ലായിരുന്നെങ്കിൽ പോലും അതിൻ്റെ യഥാർത്ഥ കാരണം, ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സലൈവ, അവരുടെ ഉമിനീരിൽ ഭക്ഷണം ദഹിപ്പിക്കാനുള്ള എൻസൈമില്ല. അവരുടെ ഉമിനീരിൽ അമ്മമാരുടെ മുലപ്പാൽ മാത്രം ദഹിപ്പിക്കാനുള്ള എൻസൈമാണ് ഉള്ളത്. അതാണ് ലോറിക് ആസിഡ്. അതുകൊണ്ടാണ് നമ്മുടെ ഡോക്ടർമാർ പറയാറ്, ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും അമ്മയുടെ മുലപ്പാൽ കൊടുക്കണം. ഈ നാച്ചുറൽ ആയിട്ടുള്ളൊരു സോഴ്സാണ് ഈ അമ്മയുടെ മുലപ്പാൽ. രണ്ടാമതൊരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വെളിച്ചെണ്ണയാണ്. പക്ഷേ വെളിച്ചെണ്ണ നമ്മളത് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അത് ചൂടാകരുത്. അതൊന്നെങ്കിൽ കോൾഡ് പ്രസ്ഡ് വെളിച്ചെണ്ണ ആയിരിക്കണം. അതായത് പിന്നെ ലോറിക് ആസിഡ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഇത് കുറച്ചുകൂടെ ഫലപ്രദമായിട്ട് ഞാൻ പറയാം. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ചമ്മന്തി അരക്കാറുണ്ട്. നമ്മളിപ്പോൾ പിന്നെ കഞ്ഞിക്ക് കൂട്ടാനുണ്ട്, അതുപോലെ ദോശ, ഇഡലി, ഇതൊക്കെ ചമ്മന്തി മലയാളികളുടെ പ്രത്യേകിച്ചൊരു വളരെ പ്രിയപ്പെട്ട ഒരു കറിയാണ്. അതുണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഒരു തേങ്ങ ചിരണ്ടി എടുക്കും, കുറച്ച് 2-3 ചെറിയ ഉള്ളി, വറ്റൽമുളക്, കല്ലുപ്പ്, അല്പം പുളി, കറിവേപ്പില, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് അത് ഉണ്ടാക്കുക. ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ചമ്മന്തി അരക്കാൻ എടുക്കുന്ന സാധനം 2 ഭാഗമാക്കുക. ഒരു ഭാഗം മിക്സിയിൽ അരയ്ക്കുക, ഒരു ഭാഗം ഈ അരകല്ലിൽ അരയ്ക്കുക, അതായത് അമ്മിക്കല്ലിൽ അരയ്ക്കുക. രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്, രുചി വ്യത്യാസം ഉണ്ടാവും. അതെന്താ കാരണം? നമ്മളൊരു മാജിക്കും കാണിക്കുന്നില്ല. അപ്പം നമുക്ക് അതിൻ്റെ ഒരു കാര്യം ഇതാണ്, പ്രകൃതി നമുക്ക് ഭക്ഷ്യപദാർത്ഥങ്ങളായിട്ട് തരുന്ന ഈ വെളിച്ചെണ്ണ, തേങ്ങയായിക്കോട്ടെ, ചെറിയ ഉള്ളി ആയിക്കോട്ടെ, പച്ചമുളക് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളതിൻ്റെ സ്വാഭാവികമായ ഗുണം നശിപ്പിച്ചിട്ടാണ് കഴിക്കുക. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് എളുപ്പ വഴിയെന്ന് വെച്ചാൽ മിക്സിയിലൊക്കെ പെട്ടെന്നാവും. അതിനകത്ത് കാര്യമില്ല. കാരണം ഒരു വീട്ടിലിപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണ്, കൂടി വന്നാൽ 2-3 പേരൊക്കെ ഒരു വീട്ടിലുണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ വളരെ ഈസിയാണ്. ഇച്ചിരി ഒന്ന് മെനക്കെട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ? അത് നമ്മൾ ഈ കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളുടെ പോഷകാംശങ്ങൾ മുഴുവൻ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ സഹപ്രവർത്തകർക്ക്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കൊക്കെ നമുക്കത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് വാസ്തവത്തിൽ ഇതിൻ്റെ ഗുണം അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്, അത് ചെയ്യാഞ്ഞിട്ടില്ല. നമ്മൾ മനഃപൂർവ്വം ആരും ഇപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിന് ഗുണം നഷ്ടപ്പെട്ടതെന്ന് ചിന്തിക്കത്തില്ലല്ലോ. അപ്പോൾ ഈ രീതിയിലുള്ള സംഗതിയാണ് ഈ അരി പൊടിക്കുമ്പോഴും പറ്റുക. പണ്ടൊക്കെ, ഇപ്പം എനിക്ക് 65 വയസ്സ് കഴിഞ്ഞ ഒരാളാണ് ഞാൻ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഈ നെല്ല് കുത്തി അതിൻ്റെ ആ അരി എടുത്തിട്ട് ആ അരി പൊടിച്ചിട്ടാണ് പലഹാരങ്ങൾ ഉണ്ടാക്കുക, പുട്ടൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഒരു ദിവസം രാവിലെ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ ആ പുട്ടുണ്ടാക്കുന്നതിൻ്റെ മണം അടുത്ത വീട്ടിൽ വരും. അവർ വന്ന് ചോദിക്കുന്നത്, രാവിലെ നിങ്ങൾക്ക് പുട്ടായിരുന്നല്ലേ? അതിപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അവിടെയും ഇതാണ്, ഈ ചൂടാകാതെ നമ്മളത് പൊടിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുക. അപ്പോൾ അത് തന്നെ അങ്ങനെ ഉണ്ടാക്കുന്ന പിന്നെ പെട്ടെന്ന് ചീത്തയാവുകയില്ല. അതുപോലെ കറിപ്പൊടികൾ, ഇപ്പം നമുക്കിപ്പോൾ ഒരു നല്ല മീനൊക്കെ നമുക്ക് മേടിക്കുകയാണെങ്കിൽ ഇപ്പം മിനിമം 1 കിലോയ്ക്ക് 600-700 രൂപയൊക്കെയാണ് നല്ല മീനിൻ്റെ വില. ഈ നല്ല മീനൊക്കെ നമ്മൾ വലിയ മീനൊക്കെ വാങ്ങിച്ചിട്ട് അത് കറി വെക്കുന്ന സമയത്ത്
ഇതേപോലെ നമ്മൾ ഈ മസാലകൾ കല്ലിൽ അരച്ച് നോക്കുക, അല്ലെങ്കിൽ പിന്നെ മസാല കൂട്ട് ഉരലിടിച്ച് നോക്കുക, അതിൻ്റെ രുചി വ്യത്യാസം വളരെയാണ്. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ ബുദ്ധിമുട്ട് കവച്ച് വെച്ചിട്ട് നമുക്ക് ഇത് അത് ആ ഒരു ബുദ്ധിമുട്ട്, മനുഷ്യൻ നേരിടുന്ന ബുദ്ധിമുട്ട്, അതൊരു ബിസിനസ് ഐഡിയയിലേക്ക് നമ്മൾ നിൽക്കുക. അപ്പോൾ എണ്ണ ആട്ടിയെടുക്കുന്നു, അരി പൊടിച്ചെടുക്കുന്നു, മുളക് പൊടിച്ചെടുക്കുന്നു, അവരിടിച്ചെടുക്കുന്നു, അതുപോലെ മസാലക്കൂട്ടുകൾ അരച്ചെടുക്കുന്നു. ഇപ്പോൾ കഷായത്തിനും പോയിട്ട് നമ്മൾ ലേഹ്യമൊക്കെ ഉണ്ടാക്കുന്ന ആയുർവേദ കൂട്ടുകൾ ഇങ്ങനെ അരച്ചെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫലസിദ്ധിയുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടാതെ കിട്ടുമ്പോൾ അതിൻ്റെ പകുതി ആ മരുന്നിൻ്റെ അംശങ്ങൾ, മരുന്നിൻ്റെ ആ ഘടന അത് ഒട്ടും നഷ്ടപ്പെടാതെ കിട്ടുമ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉപയോഗം ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു ബിസിനസ് എന്നതിലുപരി നമ്മളൊരു മെസ്സേജ് കൊടുക്കുക. ഇത് വാസ്തവത്തിൽ ഇപ്പോൾ പിന്നെ ഒരു ബിസിനസ്സാക്കി കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കും. എവിടെയൊക്കെ ഇത് പൊടിക്കുന്നു, ഇപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ നമ്മളിത് കോവിഡ് കാലത്താണ് ഈ ചക്ക് തുടങ്ങിയത്. നമ്മളിത് ചക്ക് ഇവിടെ ആരംഭിച്ചപ്പോൾ അത് അതിന് ശേഷം ഇപ്പോൾ അത് 2-3 ചക്ക് ഇപ്പോൾ അത്തോളിയിലായിട്ടുണ്ട്. അത് കോഴിക്കോട് ജില്ലയിൽ അത്തോളിയിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ മമ്പറത്തുണ്ട്. അവിടെയൊക്കെ ഇത് ഒത്തിരി ഉപഭോക്താക്കളുണ്ട്. ഇത് മേടിച്ച് സ്ഥിരം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളിവിടെ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നതും മൈസൂരിൽ നിന്നൊക്കെ നമ്മൾ എണ്ണ ശേഖരിക്കാറുണ്ട്. അപ്പോൾ ആ എണ്ണ ഇത് നമ്മളിപ്പോൾ ഡൽഹിയിൽ നമ്മൾ ഷോറൂം ഇട്ടിട്ടുണ്ട്. ഡൽഹിയിൽ നമുക്ക് ഒത്തിരി ഉപഭോക്താക്കളുണ്ട്. ഇത് എണ്ണ കുടിക്കുന്ന ആളുകളുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ എയിംസിലെ ഡോക്ടർമാരൊക്കെ രോഗികളെ ഉപദേശിക്കാറുണ്ട്, നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ 2 സ്പൂൺ നല്ലെണ്ണ, അതായത് എള്ളെണ്ണ അല്ലെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. പക്ഷേ അവർക്ക് നല്ല എണ്ണ കിട്ടുന്നില്ലെന്നുള്ളൊരവസ്ഥയുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഓരോ ഇന്ത്യ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയർ നവംബർ 14 മുതൽ 27 വരെ എല്ലാ കൊല്ലവും നടക്കുന്ന ആ ട്രേഡ് ഫെയറിൽ പങ്കെടുത്തിട്ട് നമ്മളിത് അവിടെ നിന്ന് വാങ്ങുന്ന ആളുകൾ ഇപ്പോൾ പഞ്ചാബിലും ഹരിയാനയിലും അതുപോലെ രാജസ്ഥാനിലും മറ്റൊക്കെ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ അവർക്കിത് കൊടുക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ ഡൽഹിയിലൊരു ഷോറൂം ഇട്ടു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബയോ മൗണ്ടൻ്റെ നമ്മുടെ തലശ്ശേരി രൂപതയിലെ കർഷകരുടെ കൂട്ടായ്മയാണ്. ആ ബയോ മൗണ്ടൻ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന സാധനങ്ങൾ പൊടിച്ചൊക്കെ ഉണ്ടാക്കുന്ന കറി പൗഡറുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ നമ്മൾ കൊടുക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വ്യാപകമാകണം. അതുപോലെ തന്നെ ഇതൊരു കുടിൽ വ്യവസായം പോലെ ചെയ്യാവുന്നൊരു സംഗതിയാണ്. ഇത് വ്യാപകമാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ആരോഗ്യ സിസ്റ്റം തന്നെ മാറ്റാൻ പറ്റും. നമുക്ക് പിന്നെ ഇപ്പം ഒരുപാട് തരം രോഗങ്ങളുണ്ട്. പുതിയ രോഗങ്ങൾ വരുന്നു. അവിടെയൊക്കെ എല്ലാവിധ സിസ്റ്റംസ്, ആയുർവേദമായിക്കോട്ടെ, മോഡേൺ മെഡിസിൻ ആയിക്കോട്ടെ, യുനാനി ആയിക്കോട്ടെ, മറ്റുള്ള എന്തെല്ലാം തരം ഹോമിയോ ആയിക്കോട്ടെ, എല്ലാ തരം പിന്നെ വൈദ്യശാസ്ത്രങ്ങളും പറയുന്നത് നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുക എന്നുള്ളതാണ്. എളുപ്പമാർഗ്ഗമൊന്നുമില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ ശുദ്ധമായിരിക്കുക, അതിൻ്റെ പോഷകാംശങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, ഇതാണ് അതിന് ചെയ്യേണ്ടത്. അത് നമ്മൾ കൂടുതൽ ഇതൊക്കെ മെനക്കെട്ടാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ മെനക്കെടാൻ ആളുകൾക്ക് സമയമില്ലാത്ത ഒരവസ്ഥ, അതേപോലെ തന്നെ അതിനു വേണ്ടി തയ്യാറാകാത്തൊരവസ്ഥ, അത് ചിലപ്പോൾ ഈ മിക്സിയിൽ അരക്കുന്ന ആളുകൾ അരകല്ലിൽ അരച്ചെന്നോ നാണക്കേട് എന്നുള്ള മട്ടിൽ അതിന് മാറ്റിവെക്കുന്ന അവസ്ഥയിൽ നമുക്കിത് അരകല്ലിൽ അരച്ച് കൊടുക്കാൻ പറ്റും. നമുക്കിപ്പം ഇവിടെ ഇനിയിപ്പോൾ ഇത് പ്രാവർത്തികമായി ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ ഇത് 3 സംഗതി ഇവിടെ ചാലുവാകും. അപ്പോൾ നമുക്ക് മസാല അരച്ചു കൊടുക്കാം, മസാല പൊടിച്ചു കൊടുക്കാം, അതിൽ നെല്ല് കുത്തി കൊടുക്കുക, അവരിടിച്ചു കൊടുക്കാം, എണ്ണ ആട്ടി കൊടുക്കാം. എണ്ണ ആട്ടുന്നത് ആൾറെഡി ഒരു 5 കൊല്ലമായിട്ട് നമ്മൾ ആട്ടുന്നതാണ്. എന്നാലിപ്പോൾ പുതിയ കരിങ്കല്ലിൻ്റെ 3 ചക്കുകൾ അടിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ് എന്നതിലുപരി ഇതൊരു മെസ്സേജാണ്, ജനങ്ങൾക്കുള്ളൊരു മെസ്സേജാണ്. അതെല്ലാവരും ഉൾക്കൊള്ളുകയും അതിനോട് താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.